പ്രദേശവാസികൾ തന്നെ ചേരുന്നുണ്ട്. അമ്മ ഇവിടെ അവരാണ് ഇവിടെ നമ്മുടെ മരണത്തിന് വന്നതാണ്. അതിനകത്ത് ആളുണ്ട്. അല്ല 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 ഒറ്റ പ്രശ്നം ഇന്ന് ആദ്യമായിട്ടുള്ളതാണ്. ഇവരെന്തൊരു വേളവങ്ങളും ബാറിൽ എന്താ കുടിക്കാൻ പോയപ്പോൾ ഈ കൊന്ന പയ്യന്മാർ ഒരു വാക്കുതർക്കങ്ങളെ ആയുള്ളത്. വേറൊരു പയ്യനെ സഹായിച്ചു. അപ്പോൾ അവൻ്റെ വിരലിൽ ഒരു മുറിവ് വന്നു, പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചത് എന്തെന്ന് കേൾക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് വീഴുന്നെന്ന് പറഞ്ഞു. ബൈക്ക് ഓട്ടിക്കുമല്ലോ, ബൈക്കിൽ നിന്ന് വീഴുന്നു പറഞ്ഞു. അത് നമ്മൾ വിശ്വസിച്ചു. പിന്നെയാണ് ഇവന്മാർ ഇന്നലെ വന്ന് ചെയ്ത്. അത് ഇവന്മാർ നമ്മൾ ആരും കണ്ടില്ല, ഈ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് കണ്ടത്. ഇവിടെ ആരും എൻ്റെ 2 കൊച്ചു മക്കളെ ഉണ്ടായിരുന്നു. വീട്ടിലല്ല, അകത്തല്ല, ആ ഗേറ്റിനകത്താണ് ഇട്ടത്. 2 പിള്ളേർ, തീരെ കുട്ടിയല്ല, 20, 22 വയസ്സായിരുന്നു. പക്ഷെ അവർ കണ്ടില്ല. വീട്ടിൽ വേറെ അച്ഛനോ അമ്മയോ ആരും ഇല്ലായിരുന്നു. അവർ തള്ളയും ഒക്കെ വീട്ടിൽ ജോലിക്ക് പോകും. അല്ല, വേറെ ആരും ഇല്ലായിരുന്നു മക്കളെ. ഈ ചെറുക്കൻ ഇത് തന്നെ ജോലി. അന്ന് കൊന്തള കോവിലൊരു പയ്യൻ നിസ്സാര വാക്കിനാണ് പോളിൻ്റെയൊക്കെ എനിക്കിൻ്റെ അവിടെ വിളിച്ച് വരുത്തി ചെറുക്കൻ അന്ന് കുത്തി കൊന്നു. അത് ഇവനാണ്. ജാമ്യത്തിൽ നിൽക്കണേണ് അവൻ. അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. മോത്തി, ഈ ആളുകൾ പറയുന്നത് പോലെ തന്നെ മറ്റൊരു കേസ് കൂടെ ഈ പ്രതിക്ക് എതിരെ ഉണ്ടായിരുന്നു. അപ്പം നിലവിൽ അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളതെന്നുള്ളതാണ്. വാക്കുതർക്കം 1 വർഷം മുൻപ് ഉണ്ടായൊരു വാക്കുതർക്കമാണ്. അത് പിന്നീട് ഒരു 5 ദിവസം മുൻപ് ഇവർ വീണ്ടും ബാറിൽ വെച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തതായിട്ട് പോലീസ് പറയുന്നുണ്ട്. അപ്പം ഇതാണ് നിലവിൽ കൊലപാതകത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം മരണം ഉറപ്പാക്കാൻ വേണ്ടി ഹോളോ ബ്രിക്സ് അടക്കം തലയിലിട്ടിട്ടാണ് നിലവിൽ പ്രതികൾ പോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം മൃഗീയമായിട്ടാണ് ആ കൊലപാതകം എന്നുള്ളത്.